+2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ചെറിയൊരു തിയറി ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് വെബ് ഹോസ്റ്റിംഗ്. നമുക്ക് വ്യത്യസ്തങ്ങളായ പല സൈറ്റുകളും അറിയാം. ഇപ്പോൾ ഗൂഗിൾ തന്നെ നമ്മൾ ചിലപ്പോൾ ചെയ്ത് നോക്കാറുണ്ട്, www.google.com എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഗൂഗിളിൻ്റെ വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ തന്നെ HSS ലൈവ് എന്ന് പറയുന്ന ഇത്, അല്ലെങ്കിൽ PSC കേരള PSCയുടെ സൈറ്റുകൾ, അങ്ങനെ പല തരത്തിലുള്ള സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊക്കെ തോന്നിയിട്ടുള്ളതാണ്, നമുക്ക് ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലേക്കൊന്നും നമ്മൾ ചെല്ലാത്തത്? നമുക്കറിയാം, നമുക്ക് അതിൻ്റെ വശങ്ങളെക്കുറിച്ച് അത് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ആ മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു വെബ് പേജ് ഉണ്ടെങ്കിൽ ആ വെബ് പേജ് എങ്ങനെ വെബ്സൈറ്റ് ആക്കി മാറ്റാം, അതായത് എങ്ങനെ അതിനെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അതാണ്, എന്തായിരിക്കും, വെബ് ഹോസ്റ്റിംഗ്. ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HTML ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന CSS, JavaScript, PHP കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ആ വെബ് പേജിനെ എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ അതിനെ ഒരു സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തക്കതായ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് വിളിച്ചത്. അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ആ സെർവറുകളാണ് ഹോസ്റ്റ് എന്ന് നമ്മൾ വിളിച്ചത്. അതായത് നമ്മുടെ കയ്യിൽ നമുക്കിപ്പോൾ HTML കോഡുകളൊക്കെ പഠിച്ചു വിചാരിക്കുക. അങ്ങനെ HTML കോഡുകൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, അത് പഠിച്ച് വെബ് പേജ് ക്രിയേറ്റ് ചെയ്തു. ആ വെബ് പേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ആ കമ്പ്യൂട്ടർ ജസ്റ്റ് ഓപ്പൺ ആക്കി കാണാനേ പറ്റൂ. അത് ബാക്കിയുള്ളവരിലേക്ക് ആ സേവനം എത്താൻ സാധിക്കില്ല. അപ്പോൾ ബാക്കിയുള്ള ആളുകളിലേക്ക് കൂടി ആ വെബ് പേജ് എത്തണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെബ് പേജിനെ ഹോസ്റ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഒരു വാലിഡ് ആയ ഒരു സെർവറിലേക്ക് അതിനെ അപ്ലോഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന്. വെബ് എന്ന് പറഞ്ഞാൽ HTML ടാഗുകൾ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ വെബ് പേജുകളാണ്. ആ വെബ് പേജുകളെ സെർവറിലേക്ക് ഹോസ്റ്റ് ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അതാണ് ഹോസ്റ്റിംഗ്. അങ്ങനെ ഹോസ്റ്റ് ചെയ്യപ്പെടുന്ന ആ സെർവറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ വിളിക്കുന്ന ഹോസ്റ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഈ വെബ് പേജുകളെ സെർവറിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. അതായത് ഏത് ടൈപ്പ് സെർവറിലാണ് നമുക്ക് ഈ വെബ് പേജിനെ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പലതരങ്ങളായിട്ടുള്ള വെബ് പേജിൽ ഹോസ്റ്റിംഗ് സെർവറുകളെ കുറിച്ച് അറിയാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഹോസ്റ്റിംഗ് ആണ്. 3 ടൈപ്പിലുള്ള ഹോസ്റ്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്, രണ്ടാമത്തെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്, മൂന്നാമത്തെ VPS അഥവാ വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്ന മൂന്നാമത്തെ രീതി. അങ്ങനെ 3 രീതിയിലാണ് നമുക്ക് സെർവറുകളെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് 3 തരത്തിലുണ്ട്: ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, അതുപോലെ തന്നെ VPS അഥവാ വിർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന രീതി. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് പഠിച്ചു വരുന്നത്. അതിൽ ഒന്നാമതായി എടുക്കുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. ഷെയർഡ് ഹോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത, ഷെയർഡ് ഹോസ്റ്റിങ്ങിനകത്ത് ഒരു സെർവർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സെർവർ ആകുന്നത് ഒരു കമ്പ്യൂട്ടറാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് സെർവറിൻ്റെ പ്രത്യേകതകൾ. സെർവർ ആവണമെങ്കിൽ എപ്പോഴും ഓണായിരിക്കുന്ന ഒരു സിസ്റ്റം വേണം, ഹൈ പെർഫോമൻസ് റാം വേണം, ഹൈ കപ്പാസിറ്റി ഹാർഡ് ഡിസ്ക് വേണം, എപ്പോഴും കൂളിംഗ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സെർവർ കമ്പ്യൂട്ടറിലാണ് നമ്മൾ ഈ വെബ് പേജിനെ ഹോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹോസ്റ്റ് ചെയ്യപ്പെടുന്ന സെർവർ ഒരു കമ്പ്യൂട്ടർ ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് തന്നെ ഞാൻ എൻ്റെ വെബ് പേജിനെ കൊടുക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വെബ് പേജിനെ കൊടുക്കുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ആൾക്കാരെല്ലാവരും അല്ലെങ്കിൽ പല വെബ് പേജുകളെല്ലാം കൂടി
ഒരൊറ്റ സെർവറിലേക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. അല്ലെങ്കിൽ കുറേ വെബ് പേജുകൾ, ഒന്നിലധികം വെബ് പേജുകൾ ഒരൊറ്റ സെർവർ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടറിന് അതിൻ്റെ റാമും അതിൻ്റെ CPU അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ബാൻഡ് വിഡ്ത്തും എല്ലാം എല്ലാ വെബ് പേജുകളും കൂടി ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന ഒരു തരം ഹോസ്റ്റിംഗ് ടെക്നിക്കാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നോക്കാം. അതായത് ഏതെങ്കിലും ഒരു വെബ് പേജിൻ്റെ, അതായത് ഒരു സൈറ്റിൽ കൂടുതൽ ആൾക്കാർ കയറുകയും അതിൽ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും ട്രാഫിക് കൂടുതൽ വരികയും ചെയ്താൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഒരേ ബാൻഡ് വിഡ്ത്തുള്ള നെറ്റ്വർക്കാണ്. അപ്പോൾ ആ ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ ഏതെങ്കിലും ഒന്നിൽ ട്രാഫിക് കൂടിയാൽ അത് ബാക്കിയുള്ള വെബ് പേജുകളെയും എഫക്റ്റ് ചെയ്യും. ആ ബാക്കിയുള്ള വെബ് പേജ് ആക്സസ് ചെയ്യുന്നതും സ്ലോ ആയിട്ട് മാറുകയാണ് ചെയ്യുക. അതാണ് ഷെയർഡ് ഹോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒന്നിലധികം വെബ് പേജുകൾ വരുന്നത് കാരണം നമുക്കതിൻ്റെ ചെറിയ ചെറിയ ന്യൂനതകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും സിമ്പിളായുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും നമ്മൾ ഏതാണ് ഉപയോഗിക്കുക, ഇതുപോലുള്ള ഷെയർഡ് ഹോസ്റ്റിംഗ് മെത്തേഡുകളാണ് ഉപയോഗിക്കുക. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ആ പേരിൽ തന്നെയുണ്ട് എന്താണ് ഹോസ്റ്റിങ്ങിന്റെ പ്രത്യേകത. ആ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സെർവർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വാങ്ങുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിനകത്തുണ്ടായിരിക്കുക. അതായത് ആ ഒരു കമ്പ്യൂട്ടറിന്റെ മുഴുവൻ ആക്സസും നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഡെഡിക്കേറ്റഡ് സെർവർ നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക. ഡെഡിക്കേറ്റഡ് സെർവറുകൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ ആ ഫീച്ചേഴ്സ് എല്ലാം കൂടി നമുക്ക് ലഭിക്കും. എന്നാൽ ഡെഡിക്കേറ്റഡ് സെർവറിനകത്ത് നമ്മുടെ മാത്രമായ ഒരു വെബ് പേജാണ് കൊടുക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മാത്രമായി ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം സെർവറുകളെ നമുക്ക് എന്ത് വിളിക്കാം, ഡെഡിക്കേറ്റഡ് സെർവർ എന്ന് വിളിക്കാൻ സാധിക്കും. അതായത് മറ്റൊരു വെബ് പേജിന് ഷെയർ ചെയ്ത് നമ്മുടെ പ്ലേസ് പോവാതെ, മറ്റൊരു വെബ് പേജിന്റെ ബാൻഡ് വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിന്റെ ഫുൾ ബാൻഡ് വിഡ്ത്തും ആ കമ്പ്യൂട്ടറിന്റെ ഫുൾ ഫെസിലിറ്റീസും നമ്മുടെ വെബ് പേജിന് മാത്രമായിട്ട് ലഭിക്കുന്ന രീതിയിലുള്ള ഹോസ്റ്റിംഗ് ടെക്നിക്കാണ് ഇത് പറയുക ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. സാധാരണ വലിയ വലിയ പോപ്പുലർ ആയിട്ടുള്ള കമ്പനികളെല്ലാം ചെയ്യുന്ന മെത്തേഡ് ഏതായിരിക്കും, ഇത്തരത്തിലുള്ള ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണ്. നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഷെയർഡ് ഹോസ്റ്റിംഗ് ഉപയോഗിക്കാം. അതിൽ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പരിമിതികളോടുകൂടി. എന്നാൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ കമ്പനികൾ ഉപയോഗിക്കുന്ന ചില ടൈപ്പ് ഹോസ്റ്റിംഗ് ആണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഹോസ്റ്റിംഗ് ടെക്നിക്കാണ് ഹോസ്റ്റിംഗ്, വിർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ്. വിർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. അതായത് വിർച്വൽ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിർച്വൽ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ വിർച്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു സെർവറിനെ തന്നെ പല ഭാഗങ്ങളാക്കി മാറ്റുക. അങ്ങനെ ആ പല ഭാഗങ്ങളിൽ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് വ്യത്യസ്തങ്ങളായ വെബ് പേജുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഷെയറിങ്ങിൻ്റെ എഫക്റ്റ് വന്നെങ്കിൽ കൂടി ഷെയറിങ്ങിൻ്റെ ന്യൂനതകൾ അഥവാ ഡീമെറിറ്റ്സുകൾ ഒന്നും തന്നെ ഈ വിർച്വൽ പ്രൈവറ്റ് സെർവർ നെറ്റ്വർക്കിനകത്തേക്ക് കയറി വരില്ല. കാരണം ഷെയർ ചെയ്യുന്നെങ്കിൽ കൂടി ഒരു വെബ് പേജിന് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസ് അതിനെ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാ ആക്സസും പെർമിറ്റ് ചെയ്യുന്ന രീതിയിലാണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ നെറ്റ്വർക്കിംഗ് ഉപയോഗിക്കുന്ന രീതി, ഹോസ്റ്റിംഗ് ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ ഡെഡിക്കേറ്റഡിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നമുക്കിവിടെ ലഭിച്ചില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യും, ഡെഡിക്കേറ്റഡിനോട് തുല്യമായ സമാനമായ ഫീച്ചറുകൾ നമുക്ക് ലഭിക്കുകയും എന്നാൽ ഷെയർഡിനേക്കാൾ മെച്ചപ്പെട്ട വർക്ക് നമുക്ക് ലഭിക്കുകയും സേവനം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ നെറ്റ്വർക്കിങ്ങിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ VMware വിർച്വൽ ബോക്സ് എന്നൊക്കെ പറയുന്ന പേരിൽ, ഫ്രീ VPS എന്നൊക്കെ പറയുന്ന പേരിൽ നമുക്ക് എന്ത് കിട്ടും, ഇതുപോലെ വിർച്വൽ ആയിട്ട് സെർവറുകളെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് 3 തരത്തിലുള്ള ഹോസ്റ്റിംഗ് ടെക്നിക്കുകളായിരുന്നു. ഒന്ന് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, ഷെയർഡ് ഹോസ്റ്റിംഗ്, വിർച്വൽ പ്രൈവറ്റ് സെർവർ
ഹോസ്റ്റിംഗ്. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒരു വെബ് പേജ് ഉണ്ട്. ആ വെബ് പേജ് ഏത് രീതി ഉപയോഗിച്ചാണ് സെർവറിലേക്ക് കൊടുക്കേണ്ടതെന്ന് പഠിച്ചു. ഇനി ഇതിലേത് ഡെഡിക്കേറ്റഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഷെയർഡ് ആണെങ്കിലും VPS മെത്തേഡ് ആണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കാം. ഏത് മെത്തേഡ് വേണം നമ്മൾ തീരുമാനിച്ചു. ഇനി ഇത് മാത്രം പോരാ, ഇനി സെർവറിലെ സ്പേസ് നമുക്ക് ബൈ ചെയ്യണം, അത് വാങ്ങിക്കണം അവരുടെ കയ്യിൽ നിന്നും. അതിന് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, അതായത് ഓരോ സെർവറുകളും അവയുടെ മന്ത്ലി പേയ്മെന്റ്, ഇയർ വൈസ് പേയ്മെന്റ് ആയിട്ട് അവരുടെ സ്പേസ് നമുക്ക് തരും. അങ്ങനെ കുറഞ്ഞ സ്പേസിന് കുറഞ്ഞ ക്യാഷ് കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ 10 MB, 5 MB, 1 GB എന്നൊക്കെ പറഞ്ഞ് ഓരോ സൈസ് കണക്കുകളിലാണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കുക, ആ വെബ് പേജുകളെ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ സെർവറിൻ്റെ സ്പേസ് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പം നമുക്ക് ഇതിലേത് രീതിയിൽ കൊടുക്കണമെങ്കിലും ആ സെർവർ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടതായിട്ടുണ്ട്. അതാണ് ബൈയിങ് ഹോസ്റ്റിംഗ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഹോസ്റ്റിംഗ് സ്പേസ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെബ് പേജ് അല്ലെങ്കിൽ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വെബ് പേജ് അത് പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ HTML കണ്ടന്റ് മാത്രമേ അതിനകത്തുണ്ടായിരിക്കുള്ളൂ. ചിലപ്പോൾ HTML കണ്ടന്റുകൾക്ക് ഉപരിയായി അതിൽ CSS, ജാവാസ്ക്രിപ്റ്റ് കണ്ടന്റുകൾ, അതായത് സ്ക്രിപ്റ്റ് കണ്ടന്റുകൾ കൂടി നമ്മൾ കൊടുത്തിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് മെത്തേഡുകൾ കൂടി അതിനകത്ത് വരികയാണെങ്കിൽ അതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പേസ്, ഒരു സെർവർ നോക്കി വേണം നമുക്ക് എപ്പോഴും വെബ് പേജുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട്, അതായത് ഹോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സെർവർ സ്പേസ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതെല്ലാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പം നമ്മുടെ കയ്യിൽ വെബ് പേജ് നമ്മുടെ കയ്യിലുണ്ട്. അതിന് ഹോസ്റ്റ് ചെയ്താലാണ് അതൊരു നല്ല സൈറ്റായിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ URL കിട്ടുന്നത്. URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IP അഡ്രസ്സും അത് നമുക്ക് കിട്ടുന്ന ലൊക്കേഷൻ ID ആണ്. അപ്പോൾ ആ IDയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എവിടെ ഇരുന്നുകൊണ്ടും ആർക്കും നമ്മുടെ വെബ് പേജിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വെബ് പേജിനെ ഹോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ പഠിച്ചു ഏതൊക്കെ രീതിയിലാണ് ഹോസ്റ്റിംഗ് ഉള്ളത് എന്ന്. 3 രീതിയിലാണ് ഹോസ്റ്റിംഗ് ഉള്ളത്. ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് 3 ടൈപ്പാണ് നമ്മൾ പഠിച്ചത്. ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, അതുപോലെ തന്നെ VPS, വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അല്ല, വിർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ്. ഈ 3 രീതികൾ പഠിച്ചു. പിന്നെ ഈ 3 രീതികളിലായ ഇതിൽ ഏത് രീതി തിരഞ്ഞെടുത്താലും ആ സ്പേസ് നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്, അതായത് ബൈയിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബൈയിങ് ഹോസ്റ്റിംഗ് സ്പേസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ഒരു ഭാഗം വരും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അനുയോജ്യമായ സ്പേസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെർവറിലെ ആ സ്പേസ് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് മന്ത്ലി റെന്റ്, ഇയർ വൈസ് റെന്റ് എന്ന് പറയുന്ന രീതിയിൽ നമുക്കത് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു URL ലഭ്യമാകും. URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ലൊക്കേഷൻ, നമ്മുടെ ഫയൽ എവിടെയായിരിക്കും എന്ന് പറയുന്ന കറക്റ്റ് പാത്ത് നമുക്ക് ലഭിക്കും. അത് നമ്മുടെ സെർവറിൻ്റെ IP-യുമായിട്ട് ഡീപ്പെൻഡ് ചെയ്യുന്നതാണ് ഈ URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. IP വെച്ചാണ് URL-ലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ പേരിൽ ഇപ്പോൾ നമ്മൾ പല സൈറ്റുകളും ആക്സസ് ചെയ്യും. അപ്പോൾ കാണാം www.google.com, www.keralapsc.org എന്ന് പറയുന്ന രീതിയിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ സംഭവിക്കുക, ഈ അവരുടെ ഡൊമൈൻ നെയിമാണ്. ഈ ഡൊമൈൻ നെയിം നമുക്ക് ഇപ്പം ഞാൻ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ URL അനുയോജ്യമായ ഒരു ഡൊമൈൻ നെയിം കൊടുക്കണം. ആ ഡൊമൈൻ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഞാൻ www.ideal.com എന്ന് പറയുന്ന ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു സ്പേസിലകത്തേക്ക് അപ്ലോഡ് ചെയ്ത് ആ പേരിന് ഞാൻ റീനെയിം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതേ പേരിൽ മറ്റുള്ള സൈറ്റുകൾ ഉണ്ടോ എന്ന് അറിയണം. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു കോമൺ ടെക്നിക്കാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡൊമൈൻ നെയിമിനെ ഒഫീഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ICANN എന്ന് പറയുന്ന ഒരു കോർപ്പറേഷന് കീഴിലാണ് രജിസ്റ്റർ ചെയ്യുക. അവരുടെ ഡാറ്റാബേസിനകത്താണ് ഇത് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവൈലബിൾ ആണോ അല്ലയോ എന്ന് കാണിക്കും. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സൈറ്റാണ് whois.net.
whois.net എന്ന് പറയുന്ന സൈറ്റ്. ആ സൈറ്റ് കയറിയിട്ട് www.whois.net എന്ന് പറയുന്ന സൈറ്റ്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ICNൻ്റെ ഡാറ്റാബേസിനകത്ത് നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഇയർ വൈസ് മന്ത്ലി പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പേരിലുള്ള www.ideal.com www.google.com എന്ന് പറയുന്ന പോലുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഗൂഗിൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ അവിടെ എറർ കാണിക്കും. അപ്പോൾ അതുപോലുള്ള പേരുകളിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നീട് അതേ പേരിൽ മറ്റൊരാൾ ആ URL ക്രിയേറ്റ് ചെയ്യുക, ആ ഡൊമൈൻ നെയിം ക്രിയേറ്റ് ചെയ്യുന്നത് സാധിക്കില്ല. അപ്പോൾ അത് ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന രീതിയാണ് രജിസ്റ്റർ ഡൊമൈൻ നെയിം എന്ന് പറയുക, അല്ലെങ്കിൽ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വെബ് പേജ് ഉണ്ടാക്കി, ഏത് ടൈപ്പിലാണ് ഹോസ്റ്റ് ചെയ്യേണ്ടത് പഠിച്ചു, ആ ഹോസ്റ്റ് ചെയ്യേണ്ട സ്പേസ് നമുക്ക് വാങ്ങണം എന്നറിയാം. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഡൊമൈൻ നെയിമാണ്. ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ള, നമുക്ക് അനുയോജ്യമായ, നമ്മുടെ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് വേണം ആ സൈറ്റിന്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് whois.net എന്ന് പറയുന്ന സൈറ്റിൽ കയറി ICN എന്ന് പറയുന്ന കോർപ്പറേഷൻ്റെ ഡാറ്റാബേസിനകത്ത് നമ്മുടെ വെബ് പേജിനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ അവർ പറയും. അവിടെ പേര് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചോദിക്കും, അത് അവൈലബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ ചെയ്യും. ഇനി അതുപോലെ തന്നെ നമുക്ക് കണ്ടന്റുകളെ ഷെയർ ചെയ്യാനാണ് വെബ് പേജുകൾ ഉപയോഗിക്കുന്നത്. ആശയങ്ങളെ ഷെയർ ചെയ്യാനാണ് വെബ് പേജുകൾ ഉപയോഗിക്കുന്നത്. അത് പല രീതിയിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് വഴി ഡാറ്റകളെ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ കൂടി ഫയൽ ട്രാൻസ്ഫർ ഉപയോഗിച്ചുകൊണ്ട്, പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫയലുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അങ്ങനെ ഫയലുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന FTP പ്രോട്ടോകോൾ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന FTP ക്ലയന്റ് സോഫ്റ്റ്വെയറുകൾ ലഭ്യമാണ്. അതിലൊന്നാണ് ഫയൽസില്ല എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഫയൽസില്ല എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ നമുക്കറിയാം, ഈ കാണുന്നതാണ് അതിൻ്റെ വിൻഡോ. അതിനകത്ത് കാണുന്ന വിൻഡോ ആണ് ID എന്നാണ് അതിന് വിളിക്കുക. ID എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ്. നമുക്ക് ഡാറ്റയെ ഷെയർ ചെയ്യാൻ ആവശ്യമായ ആ വിൻഡോ ആണ് സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വിൻഡോ വരുമ്പോൾ ഇത് ശ്രദ്ധിച്ചറിയാം, ഇത് രണ്ട് ഭാഗങ്ങൾ. ഈ വിൻഡോയ്ക്ക് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് യൂസർ, നമ്മുടെ ഭാഗമാണ്. രണ്ടാമത്തത് ആർക്കാണോ നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യേണ്ടത് അവരുടെ ഏരിയയാണ് വരിക. ഒന്ന് സെർവറും ഒന്ന് ക്ലയൻറ്റുമാണ്. അവിടെ നിന്ന് അവരുടെ വ്യത്യസ്തങ്ങളായ ഡ്രൈവുകൾ നമുക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോം ഡൊമൈൻ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റകളെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ആണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും വർക്ക് ചെയ്യുന്നത് ഈ ഡൊമൈൻ നെയിമിനെ അടിസ്ഥാനപ്പെടുത്തി, പാസ്വേഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നത് FTP ആണ്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളാണ് അവിടെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിൻ്റെ പ്രത്യേകത, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അതുപോലെ തന്നെ ഈ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറുകൾ പോപ്പുലർ ആവാൻ കാരണം അതിലൂടെ സെൻഡ് ചെയ്യുന്ന ഡാറ്റ എപ്പോഴും എങ്ങനെയായിരിക്കും, എപ്പോഴും ആ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർഡ് ആയിരിക്കും. അതായത് SSH എന്ന് പറയുന്ന ഒരു പ്രത്യേക ലെയറിലൂടെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രോട്ടോകോൾ ലെയറിലൂടെയാണ് ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് സെക്യൂർഡ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളാണ് അവിടെ ഉപയോഗിക്കുന്നത്. SSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ ഷെല്ലാണ് ഉപയോഗിക്കുന്നത്. സെക്യൂർ ഷെല്ലാണ് SSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലൂടെയാണ് നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ് ഈ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സാധ്യമാകുന്നത്. അപ്പോൾ ഫയൽ ട്രാൻസ്ഫർ ഉപയോഗിക്കുന്ന ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽസില്ല എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ ആ സ്പേസ് നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാം. മന്ത്ലി റെന്റിനോ ഇയർ വൈസ് റെന്റിനോ അത് വാങ്ങാമെന്ന് പഠിച്ചു. ഇനി അതേ കാര്യം തന്നെ പല സൈറ്റുകളും ഗൂഗിൾ അടക്കമുള്ള പല കമ്പനികളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്റ്റ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും, അതായത് നെറ്റ്വർക്കിൻ്റെ സ്പീഡ് ഒരു പക്ഷേ കുറഞ്ഞേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച അത്ര സൈസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്കൊരു 1 GB സൈറ്റാണ് ആക്സസ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഫ്രീ സൈറ്റുകൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 MB മാക്സിമം കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ പല ലിമിറ്റേഷനും വരുന്നുണ്ടായിരിക്കും. അതിൽ പല തരത്തിലുള്ള സൈറ്റുകളുണ്ട്, ഫ്രീ ഹോസ്റ്റിങ്ങുകളുണ്ട്.
ഉണ്ട്. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കൂടി എന്ത് ചെയ്യാൻ സാധിക്കും? വെബ് പേജുകളെ ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് എക്സാമ്പിളാണ് HSS ലൈവ് എന്ന് പറയാം. +2ന്റെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളും നോട്ടുകളും അതുപോലെ തന്നെ സർക്കുലറുകളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ചെയ്യുക, HSS ലൈവ് എന്ന് പറയുന്ന ഒരു ബ്ലോഗ്. ആ ബ്ലോഗ് ഏത് തരത്തിലുള്ളതാണ്? ഇത്തരത്തിൽ ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ഫ്രീ ഹോസ്റ്റിംഗ് ടെക്നിക്കിലൂടെയാണ് അത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അതിന് ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും കണ്ടന്റ് ഷെയർ ചെയ്യപ്പെടുന്നതിന്. അങ്ങനെ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യുന്നത് സൈറ്റ്സ് കണ്ടന്റുകൾ ഷെയർ ചെയ്യുമ്പോൾ site.google എന്ന് പറയുന്ന സൈറ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ യോള എന്ന് പറയുന്ന സൈറ്റുകൾ നമുക്ക് ഇതുപോലെ ഫ്രീ ഹോസ്റ്റിംഗ് സാധ്യമാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഫ്രീ ഹോസ്റ്റിംഗ് നമുക്ക് തരുന്ന പലതരത്തിലുള്ള സൈറ്റുകൾ. ഇനി ഞങ്ങൾക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് CMS, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള HTML കോഡ് ഉപയോഗിച്ച ഒരു വെബ് പേജിനെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. ഹോസ്റ്റ് ചെയ്യുന്നതും പല ടൈപ്പ് ഹോസ്റ്റിംഗ് തിരഞ്ഞെടുക്കുന്നതും ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ മുന്നോടിയായിട്ട് ആര് വേണം? നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു വെബ് പേജ് വേണം. ആ വെബ് പേജുകൾ എന്ന് പറഞ്ഞാൽ HTML കോഡുകൾ, ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ, PHP കോഡുകൾ, അതുപോലെ തന്നെ CSS കോഡുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് നമുക്ക് നല്ല വെബ് പേജ് ക്രിയേറ്റ് ആവുന്നത്. അങ്ങനെ ആ വെബ് പേജുകൾ എല്ലാവർക്കും ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. പ്രോഗ്രാമിംഗ് അറിയുന്നവർക്കാണ് ആ വെബ് പേജുകൾ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് അറിയാത്ത ഒരാൾക്കും എളുപ്പത്തിൽ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഇതാണ് CMS എന്ന് പറഞ്ഞാൽ കണ്ടന്റ് മാനേജ്മെന്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ അംഗീകൃതമായ സൈറ്റുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? CMSകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് ടെംപ്ലേറ്റുകൾ, മുൻകൂട്ടി ക്രിയേറ്റ് ചെയ്യുന്ന പല ടെംപ്ലേറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ടെംപ്ലേറ്റുകൾ നമുക്ക് അനുയോജ്യമായി തിരഞ്ഞെടുക്കുകയും അവയുടെ ഹെഡിങ്ങുകളും അവയുടെ കണ്ടന്റുകളും ചേഞ്ച് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സൈറ്റ് സിമ്പിൾ ക്ലിക്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വെബ് പേജിന്റെ കോഡിംഗ് അറിയാത്ത ഒരാൾക്കും എളുപ്പത്തിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ടെംപ്ലേറ്റുകളിലൂടെ സാധ്യമാക്കുന്നതാണ് CMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളാണ് CMA, കണ്ടന്റ് മാനേജ്മെന്റ് ആപ്ലിക്കേഷനുകൾ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈതാൻ മാർക്കോട്ടിന്റെ പുതിയൊരു ആശയമായിരുന്നു, അതായത് റെസ്പോൺസീവ് വെബ് ഡിസൈൻ. റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള വെബ് പേജുകൾ, നമ്മുടെ കയ്യിലുള്ള പലതരത്തിലുള്ള വെബ് പേജുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ആ വെബ് പേജുകളൊക്കെ നിങ്ങൾ മൊബൈൽ വഴി ആക്സസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേ വെബ് പേജുകൾ തന്നെ ലാപ്ടോപ്പ് വഴി ആക്സസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്ക്രീനിലും ഒരേപോലെ വെബ് പേജുകളെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വെബ് പേജ് ക്രിയേഷൻ ആണ്, വെബ് ഡിസൈനിങ് ആണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മളിപ്പോൾ ഒരു മൊബൈൽ സ്ക്രീനിൽ എടുക്കുമ്പോഴും ടാബിൻ്റെ സ്ക്രീനിലെടുത്താലും കമ്പ്യൂട്ടർ സ്ക്രീനിലെടുത്താലും ഒരേപോലെ വെബ്സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് സ്ക്രീനിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ആവുന്നതനുസരിച്ച് CSS കോഡുകളും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ഇമേജുകളും ഫ്ലെക്സിബിൾ സ്ക്രിപ്റ്റുകളും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണത്, അതിനെ കോഡ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതി, അതാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എല്ലാ വിൻഡോയ്ക്കും സ്യൂട്ടബിളായ രീതിയിൽ അതിനെ കോഡ് ചെയ്തെടുക്കുന്ന പുതിയ ആശയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഉപയോഗിക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ സൈറ്റിന് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് മൊബൈലിന് വേണ്ടി ഒന്ന്, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒന്ന് എന്ന രീതിയിൽ ആക്സസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് ഓട്ടോമാറ്റിക്കലായിട്ട് മൊബൈലിലും കമ്പ്യൂട്ടറിലും ടാബിലും എല്ലാം അത് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലേക്ക് ഓട്ടോമാറ്റിക്കലി ഫ്ലെക്സിബിൾ ആയിട്ട് മാറുന്ന തരത്തിലുള്ള വെബ് പേജ് ഡിസൈനിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാൽ വൺ വേർഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ കയറി വരുന്ന, അതുപോലെ തന്നെ ഷെയർഡ് ഹോസ്റ്റിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് essay ക്വസ്റ്റ്യൻസ് വരുന്ന 3 മാർക്കിൻ്റെ ലോങ് ആൻസർ ക്വസ്റ്റ്യനൊക്കെ വരുന്ന രീതിയിലുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.